വീഥികളെ പുളകം കൊള്ളിച്ച് കൽപ്പാത്തിയിൽ ദേവരഥങ്ങൾ സംഗമിച്ചു. 4 അഗ്രഹാര ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 6 രഥങ്ങൾ വിശാലാക്ഷി സമേതനായ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് കണ്ടുമുട്ടിയത്. ഗ്രാമങ്ങളിലെ എല്ലാ ദൈവങ്ങളും പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു മനോഹരമായ നിമിഷം. വിഷ്ണുവുണ്ട്, അതോടൊപ്പം തന്നെ ശിവനുണ്ട്, പാർവതിയുണ്ട്, ഗണപതിയും മുരുകനും ഒക്കെ കൂടി കണ്ടുമുട്ടുന്ന, രഥത്തിലാൽ കണ്ടുമുട്ടുന്ന ഒരു വളരെ മനോഹരമായ നിമിഷം. ആ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷിയായത്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി, പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ, ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതി, മന്തക്കര മഹാഗണപതി എന്നീ ക്ഷേത്രങ്ങളിലെ രഥങ്ങളാണ് അഗ്രഹാരങ്ങളെ പ്രദക്ഷിണം വെച്ചത്. കാശിയിൽ പാതി കൽപ്പാത്തിയിൽ എന്ന പേരിൽ വിശ്വസിക്കപ്പെടുന്ന പുണ്യ നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ 10,000-ങ്ങളാണ് അഗ്രഹാര വീഥികളിലേക്ക് ഒഴുകിയെത്തിയത്. ആളെ തട്ടി നടക്കാൻ വയ്യ, അത്ര വലിയ ജനസഞ്ചയമാണ്. എന്ന് എന്താ തേര് കാണാനൊക്കെ എത്തിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? എന്താ അടിപൊളി അടിപൊളി വളരെ നന്നായിട്ടുണ്ട്. കാണാനും നല്ല ജനക്കൂട്ടം, നല്ല തിരക്കാണ്. എല്ലാരും പാലക്കാട്ടുകാരാ? ഈ തേര് കാണാൻ മലപ്പുറത്തിനോട് ചാരി കിടക്കാൻ. വേറെ ഏത് ജില്ലക്കാരുണ്ട്? ആദ്യമായിട്ടാണോ തേര് കാണാൻ? ആദ്യമായിട്ടാണ് തേര് പ്രോഗ്രാം കാണാൻ വരുന്നത്. കന്നിത്തേരാണ്. കന്നിത്തേരാണ്. കണ്ടിട്ട് ഇത്രയും കണ്ടിട്ട് ഇത്രയും കണ്ടിട്ട് നല്ല അടിപൊളിയാണ്, ഗംഭീരാണ്. ചരിത്ര പ്രസിദ്ധമായ ഈ ഉത്സവത്തിൽ പങ്കാളിയാവാൻ അടൂരിൽ നിന്ന് വരികയാണ്. തേര് കണ്ടോ? ഇഷ്ടായോ? ഒന്ന് കേറണം തോന്നുന്നുണ്ടോ? ഉണ്ടോ? തേര് വലിയ സംഭവമാണ്. നന്നായി. അപ്പൊ അടുത്ത കൊല്ലവും വരാം. ക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾ എത്തുന്നത് അത്ര അപൂർവ കാഴ്ചയല്ല. എന്നാൽ ഭക്തരുടെ അടുത്തേക്ക് ഈശ്വര സാന്നിധ്യം, ദേവകൾ എത്തുന്നത് അത്യപൂർവമാണ്. കൽപ്പാത്തിയെ വ്യത്യസ്തമാക്കുന്നതും ഈ കാഴ്ചയാണ്, അനുഭവമാണ്. നാരായണ പെരുമാളിന്റെ തേര് നമ്മൾ കണ്ടു. അതിനുശേഷം മന്തക്കര ഗണപതി ജയ് ഗണേശ മുഴക്കിയ മന്തക്കര ഗണപതിയുടെ തേര് കണ്ടു. തേരുകൾ ഇപ്പോൾ ഈ വീതിയിലൂടെ 4 തേരുകൾ മുഖാമുഖം നിൽക്കുന്ന കാഴ്ചയാണ്. രഥോത്സവം അതിന്റെ ഏറ്റവും മനോഹരമായ സമ്മോഹനമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി കൽപ്പാത്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ രഥസംഗമം എന്ന അത്യപൂർവ നിമിഷം. ഉപതെരഞ്ഞെടുപ്പ് കാലമായതിനാൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയക്കാരും ഒക്കെ തേര് വലിക്കാനും ഉത്സവത്തിൽ പങ്കാളിയാകാനുമായി എത്തിയിരുന്നു. കുട്ടിക്കാലം മുതലുള്ള സാധാരണ രഥോത്സവത്തിന് വരുന്ന അതേ മനസ്സോട് കൂടിയിട്ട്. പക്ഷെ ഇത്തവണ നാട്ടുകാരെ കാണാൻ വോട്ട് ചോദിക്കാം. ഇല്ല, വോട്ട് ചോദിക്കില്ല. ഇനി അടുത്ത വർഷത്തെ തേരിനായുള്ള കാത്തിരിപ്പ്. രഥസംഗമം കഴിഞ്ഞു. ആളുകൾ അഗ്രഹാര വീതിയിൽ നിന്ന് ഒഴിഞ്ഞു പോയി തുടങ്ങി. ഇനി കാത്തിരിപ്പാണ്. 1 വർഷം നീണ്ട അടുത്ത രഥസംഗമത്തിനായുള്ള കാത്തിരിപ്പ്.